കുമ്പസാരിച്ച് നമ്മൾ കൃപയിൽ കയറി വരും. ഓരോ കുടുംബവും കയറി വരും. ഇന്നലെ ഒരു മനുഷ്യന്റെ അടുത്ത് വന്നു, ഇന്നലെ കേട്ടോണേ. അപ്പം ഭാര്യ തമിഴ്നാട് ഭാഗത്തു നിന്ന് വന്നാണ്. അപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ വന്നിട്ട് ആ ഭാര്യ കരയാണ്, ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എന്നെ പ്രശ്നം? അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എന്റെ ഭർത്താവിന് മെഡിക്കൽ കോളേജിൽ കാണിച്ചു, പിന്നെ തമിഴ്നാട്ടിലെ ആശുപത്രിയിൽ കാണിച്ചു, എല്ലായിടത്തും കാണിച്ചിട്ട് ഒരു വ്യത്യാസവും ഇല്ല. എന്റെ ഭർത്താവിന് ഡോക്ടർമാരെല്ലാം നോക്കിയിട്ട് പറയാണ് അസുഖമൊന്നുമില്ല. പക്ഷെ ഇങ്ങർക്ക് ജോലി ചെയ്യാനും വയ്യ, എഴുന്നേറ്റ് നിൽക്കാനും വയ്യ, നടക്കാനും വയ്യ, എപ്പോഴും അസുഖം. ഹോസ്പിറ്റലിൽ കാണിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, യാതൊരു പ്രശ്നമില്ല. ഈ ചേട്ടന് ജോലി ചെയ്യാനും വയ്യ, എഴുന്നേറ്റ് നിൽക്കാനും വയ്യ, നടക്കാനും വയ്യ. എന്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ചേച്ചി ഇങ്ങനെ പിടിച്ചോണ്ട് മറച്ചോണ്ട് നിൽക്കുന്നത്. അത് അഭിനയൊന്നും അല്ല കേട്ടോ, അഭിനയൊന്നുമില്ല. യാതൊരു അസുഖമില്ല ഈ ചേട്ടന്, ഒരു അസുഖവും ഇല്ല. പക്ഷേ എല്ലാ അസുഖവും, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, ഭക്ഷണം കഴിക്കാൻ വയ്യ, മൊത്തം പ്രശ്നം. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കുമ്പസാരിക്കുന്ന ഒരു കാര്യം ചെയ്തു, കുമ്പസാരത്തിന് ഒരുങ്ങിയിട്ട് കുമ്പസാരിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ ചേട്ടനോട് പറഞ്ഞു, അച്ഛാ ഞാൻ കുമ്പസാരിക്കണം, എല്ലാ ആഴ്ചയും കുമ്പസാരിക്കുന്ന പറഞ്ഞു. ആണോ, എന്നാലും കുമ്പസാരിച്ചോളാം പറഞ്ഞു. കുമ്പസാരിക്കാനായിട്ട് ബ്രദർ കൊണ്ടുപോയിട്ട് ഒരുക്കി അങ്ങോട്ട് ഇരുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മ പറയാണ് മന്ത്രവാദം. അപ്പൊ പറഞ്ഞു, ചേട്ടാ മന്ത്രവാദം ചെയ്യുന്നുണ്ടോ? കൊണ്ടുവന്നു. ചേച്ചി പറയാണേ, ഈ അണക്കരയിലൊക്കെ ആളുകൾ ബസ്സിന് ആളുകളെ കൊണ്ടുപോകത്തില്ലേ ഓരോ സ്ഥലത്തൊക്കെ, അതുപോലെ ഈ ചേട്ടൻ മന്ത്രവാദത്തിന് വണ്ടി വിളിച്ച് ആളെ കൊണ്ടുവന്ന ആളാണ്. എല്ലാ ആഴ്ചയും കുമ്പസാരിക്കുന്നുണ്ട്. ഇന്ന് വരെ ഈ കാര്യത്തെക്കുറിച്ച് അനുഭവിച്ചിട്ടില്ല, ഈ കാര്യത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചിട്ടില്ല. ഈ ചേട്ടൻ പറയുന്ന ആളുകളെ വിളിച്ച മന്ത്രവാദത്തിന് ഇവിടെയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ ഈ മന്ത്രവാദത്തിന്റെ പ്രശ്നം? ഒരു അസുഖമില്ല. ആശുപത്രി ചെല്ലുമ്പോൾ ഈ ചേട്ടൻ എഴുന്നേക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, തിന്നാൻ വയ്യ, ഉറങ്ങാൻ വയ്യ, ഭാര്യ പിടിച്ചോണ്ട് നടക്കണം. എല്ലാ മന്ത്രവാദികളുടെ അവസ്ഥ ഇതാണ്. ബൈബിളിൽ പറയുന്നുണ്ട്, മന്ത്രവാദിയായ ബാലാം, ബയോറിന്റെ മകനായ ബാലാം, ജോഷുവയും കൂട്ടരും അവനെ വാളിനിരയാക്കി. മന്ത്രവാദികളുടെ എല്ലാ അവസ്ഥ ഇതാണ്. ഞാൻ പറഞ്ഞത് അനുദപിച്ചോണം. കുമ്പസാരിച്ചു കഴിയുമ്പോൾ സമ്പൂർണ്ണ വിമോചനം കിട്ടും. ബ്രദർ വിക്ടർ കുമ്പസാരിച്ചു, പരിശുദ്ധാത്മ അഭിഷേകം കിട്ടി, മഞ്ഞമ്മലിൽ നിന്ന് തിരിച്ചുപോയി. വീട്ടിലേക്ക് ചെന്ന് ഭാര്യയോട് പറഞ്ഞു, ക്ലാരമ്മേ, കൂട്ടുകാർ വൈകിട്ട് വരും, എന്തിനാ? കുടിക്കാൻ. വരുമ്പോ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കണം. അപ്പൊ അവര് ചോദിച്ചു, എവിടെ പോയെന്ന് പറയണം? ഓസ്ട്രേലിയക്ക് പോയെന്ന് പറഞ്ഞു. ഓസ്ട്രേലിയക്ക്? കാരണം ഈ നാട്ടിലെങ്ങാനും ഉണ്ടെന്ന് പറഞ്ഞാൽ കുടിയന്മാർക്ക് ഒരു പ്രശ്നമുണ്ട്. എറണാകുളത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ടാക്സി വിളിച്ച് എറണാകുളത്ത് പോയി അങ്ങനെ കൊണ്ട് പൈസ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ് ഇവിടെ ഈ നാട്ടിലേ ഉണ്ടെന്ന് പറയണ്ട, ഓസ്ട്രേലിയക്കോ അല്ല അയർലൻഡിലോ അമേരിക്കയിലോ എല്ലാം പോയെന്ന് പറഞ്ഞു. എന്ന് വരുമെന്ന് പറയണം, അത് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഈ മനുഷ്യൻ അകത്ത് കയറി പുതിയതായിട്ട് അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നൊരു ബൈബിളുണ്ട്. ആ ബൈബിളും തുറന്ന് ആ മനുഷ്യൻ ആ മുറിക്കകത്ത് ചെലവഴിച്ചത് 1.5 വർഷം 18 മാസങ്ങൾ. അവിടെ നിന്ന് ഇദ്ദേഹം പുറത്തിറങ്ങുമ്പോ ഇതുപോലൊരാള് എന്റെ ഒരു അഭിപ്രായത്തിൽ കേരള സഭയിൽ വേറെ ഉണ്ടായിട്ടില്ല.